ആ സിനിമയ്ക്കെതിരെയുള്ള പ്രത്യേകിച്ച് വിലായത് ബുദ്ധയ്ക്കെതിരെയുള്ള ആക്രമണം, പ്രത്യേകിച്ചും പൃഥ്വിരാജിനെതിരെയുള്ള ആക്രമണം, എന്താണ് അമ്മ നിലയ്ക്കുള്ള പറയാനുള്ളത്? ഇതിരെ ആക്രമണം വരുമ്പോൾ പറയാനിവിടെ സംഘടനയോ വ്യക്തികളോ ഒക്കെ കുറവാണ്, അറിയാമല്ലോ. അപ്പം ഞാനിങ്ങനെ നോക്കിയപ്പം ചുമ്മാതെ ഓരോരുത്തരിങ്ങനെ തെറി പറയുക. ഒന്നില്ലെങ്കിൽ സംഘടന ആർട്ടിസ്റ്റുകളുടെ കൂടെ തന്നെ നിൽക്കണം. അപ്പം ഇങ്ങനത്തെ ഒരു ഡിഫറൻറ്റ് നിലപാടുകൾ വരുന്നതിനുണ്ട് ഒന്നാമത്തെ കാര്യം. എനിക്ക് അതിനൊരു വിഷമമുണ്ട്. കാരണം അങ്ങനെയല്ല, ആർട്ടിസ്റ്റുകളുടെ സംഘടന എല്ലാ ആർട്ടിസ്റ്റുകളെയും ഒരുപോലെ കാണണം. തോന്നിയതുപോലെ പറയുക, എന്തെങ്കിലും പറയുക, അത് അവരുടെ ഒരു പേഴ്സണൽ വിരോധം തീർക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വാചകടി കസർത്തുക്കളാണ് ഇതെല്ലാം. വിലായത് ബുദ്ധ സിനിമയ്ക്കെതിരെ മാത്രമല്ലല്ലോ, പൃഥ്വിക്കെതിരെ കൂടെയാണല്ലോ ഇപ്പൊ. അതാ ഞാൻ പറഞ്ഞേ, കാരണം വിലായത് ബുദ്ധയ്ക്കെതിരെ പൃഥ്വിയാണ് അവരുടെ മെയിൻ ടാർഗറ്റ്. തിലകൻ ചേട്ടൻ്റെ മോനും തിരിച്ച് ഇത്രയും ശക്തമായിട്ട് വന്നതിൽ ആർക്കൊക്കെയോ ഇച്ചിരി എതിർപ്പുണ്ടെന്ന് പറയുന്നു. പുറത്താക്കിയിരിക്കുന്ന ഒരു നടനല്ലേ. എന്താണ് സത്യം എന്ന് ഒന്നില്ലെങ്കിൽ നമ്മൾ ചോദിച്ചാൽ സംഘടനയിൽ പറയാൻ ആരെങ്കിലും വേണം. അവിടെ ഞങ്ങളുടെ ഒന്നും ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാറില്ല. ഒരു നടൻ, അത് പ്രത്യേകിച്ച് തിലകൻ ചേട്ടൻ്റെ മോൻ, അദ്ദേഹം പുറത്തു പോയാലും ഇനിയിപ്പോൾ ഞാനെന്തെങ്കിലും പറഞ്ഞാലും പൃഥ്വിരാജിനെ ഇത്ര കണ്ട് ചീത്ത വിളിക്കുമ്പം ഒരു സംഘടനയ്ക്ക് ഒരു ഉത്തരവാദിത്തമില്ല. എന്തിനാണ് ആ പയ്യനെ ഇങ്ങനെ വിളിക്കുന്നത്, അയാൾ എന്ത് ചെയ്തു? അവൻ ആ റോള് ചെയ്തതിൽ നന്നായി പോയി എന്ന് തിലകൻ മകൻ പറയുമ്പോൾ പോലും ആ പടത്തിൽ അഭിനയിച്ചത് ഓറായിപ്പോയി. ഇത് ആരെയാണ് പറഞ്ഞത്? അവൻ്റെ പടമല്ല ഇത്, വിലായത് ബുദ്ധ പൃഥ്വിരാജ് എടുത്ത പടമല്ല. അപ്പം പൃഥ്വിരാജ് എന്ന് പറയുന്ന നടനെ ഇല്ലാതാക്കണം എന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ സിനിമയുടെ കുറ്റമല്ല അതൊക്കെ. ഞാൻ കണ്ടല്ലോ വേറെ ഒരു ABCD പഠിപ്പിക്കുന്ന ചാനലിൽ ഒരു തെറ്റ് പറയുന്നത് ചർച്ച വിലായത് ബുദ്ധ, പക്ഷെ പറയുന്നതൊക്കെ പുരാൻ്റെ കഥയാണ്. എന്താണ് ഇതൊക്കെ ഈ നാട്ടിൽ നടക്കുന്നത്? ഇതൊന്നും കൊണ്ടൊന്നും പൃഥ്വിരാജിനൊന്നും സംഭവിക്കാൻ പോകും. എമ്പുരാൻ വിവാദം വന്നപ്പോഴും ഇപ്പോഴും പൃഥ്വിക്ക് വേണ്ടി ആദ്യം വോയിസ് ഉയർത്തുന്ന അമ്മ തന്നെയാണ്. തീർച്ചയായിട്ടും ഞാനവൻ്റെ അമ്മയാണ്. അത് മാത്രമല്ല, ഞാൻ ഈ ഫീൽഡ് നിൽക്കുന്ന ഒരു അമ്മയാണ്. എനിക്കറിയാം എന്താണ് സിനിമയെന്നും എന്താണ് ഇവിടെ നടക്കുന്നതെന്നും. ആഭ്യന്തര വകുപ്പ് വഴി പലരുടെയും ID വരെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പറയേണ്ട സമയത്ത് ഞാൻ ചിലതൊക്കെ തെളിവ് സഹിതം പറയുകയും ചെയ്യും. ഇത് ആരാണ് ശരിക്കും ഒരു പബ്ലിക് ഓഡിയൻസ് മാത്രമാണ് പൃഥ്വിക്കെതിരെ അല്ലെങ്കിൽ സിനിമയ്ക്കെതിരെ ഇങ്ങനെ രംഗത്ത് വരുന്നത്? അത് മറ്റ് ഇൻഡസ്ട്രിയിൽപ്പെട്ട ആൾക്കാർക്കും ഇതിനകത്ത് ഓടില്ലേ? ഇൻഡസ്ട്രിയിലുള്ളവരാ, പബ്ലിക് എന്തോ അല്ലത്. ഉത്തരവാദിത്തപ്പെട്ടവരാരും മറുപടി പറഞ്ഞ് ശക്തമായിട്ട് എതിർക്കണം. ഇല്ലേ, എനിക്ക് പറയാവുന്ന സ്ഥലങ്ങളിലെല്ലാം ഞാൻ പറയും. എനിക്ക് വേണ്ട, സംഘടനയ്ക്ക് എൻ്റെ ഇഷ്ടമല്ലേ വേണ്ട, തീർന്നല്ല കാര്യം. അത്രയല്ലേ ഉള്ളൂ.